മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആ പ്രിയപ്പെട്ട ശിഷ്യന്റെ സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. ഒരു ദിവസം ആ ശിഷ്യൻ കിടന്നുറങ്ങുമ്പോ മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വപ്നത്തിൽ കാണുകയാണ്. ഉസ്താദേ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഖബറിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ നിലാവുദിക്കുന്ന പുഞ്ചിരിയോടെ ആ പ്രിയപ്പെട്ട ശിഷ്യനോട് വലിയ സന്തോഷം പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട ഗുരുനാഥൻ, മോനെ, ഖബറിന്റെ അകത്ത് വലിയ സന്തോഷമാണ് അല്ലാഹു തന്നത്. എല്ലാ അമലുകൾക്കുമുള്ള പ്രതിഫലം അല്ലാഹു തന്നിട്ടുണ്ട്, നന്മകൾക്കുള്ള കൂലി അല്ലാഹു തന്നിട്ടുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖബറിന്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ അമല് ഏതായിരുന്നു ഉസ്താദ്? ഖബറിന്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ അമല് ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു തണുപ്പുള്ള രാത്രിയില്, മഞ്ഞുകട്ട ഉരുകി വീഴുന്ന രാത്രിയില് ഒരു പൂച്ച വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പൂച്ചയുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്, ആ പൂച്ചയുടെ ശരീരം വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. ഒരു മിണ്ടാപ്രാണിയല്ലേ. ഞാൻ എന്റെ ശരീരത്ത് കിടന്ന ചെറിയ ടവല് കൊണ്ട് ആ പൂച്ചക്കുഞ്ഞിനെ ആ ടവലിലേക്ക് പൊതിഞ്ഞെടുത്തു. ആ പൂച്ചക്കുഞ്ഞിനെ നനയാതെ തണുപ്പടിക്കാതെ ഞാൻ അതിനെ മൂടി വെച്ചു. എന്നിട്ടതിന് നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി അതിന്റെ ശരീരമൊക്കെ പുടച്ചു കൊടുത്തിട്ട് അതിന്റെ ശരീരത്തിന്റെ തണുപ്പ് മാറ്റിയിട്ടാണ് ഞാൻ പറന്നു വിട്ടതെന്ന് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മോനെ, ആ പൂച്ചക്കുഞ്ഞിന്റെ തണുപ്പ് മാറ്റിയിട്ട് കുറച്ച് സമയം അതിനെ ചേർത്ത് വെച്ചതിന് പകരമായി കരുണക്കടലായ അല്ലാഹു എന്റെ ഖബറിന്റെ അകത്ത് തന്നിരിക്കുന്ന പ്രതിഫലമുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമാണ്. ആ ഒരു പ്രതിഫലമാണ് ഈ ഖബറിന്റെ അകത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയതെന്ന് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുമ്പോ